അവാർഡിന് വളരെയധികം സന്തോഷമുണ്ട്. ഇത് എൻ്റെ വായനക്കാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. കാരണം ഒരുപാട് കാലമായിട്ട് ഒരു ജനപ്രിയ സാഹിത്യത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു അവാർഡ് ഞാൻ എൻ്റെ സാധാരണയായിട്ടുള്ള പാവപ്പെട്ട വായനക്കാർക്ക്, അതായത് ഒരുപാട് സാഹിത്യമൊന്നും ചെയ്യാത്ത നോർമലി വായിക്കുന്ന എൻ്റെ വായനക്കാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ഞാനത് ചെന്നൈയിൽ പോയി 2 വർഷം നിന്നിട്ടാണ് നോവൽ എഴുതിയത്. എനിക്ക് ആദ്യത്തെ 2 നോവൽ എഴുതി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു റിയൽ ലൈഫ് എഴുതണം, അല്ലെങ്കിൽ ഒരു കുറച്ച് കഥാപാത്രങ്ങളിൽ റിയൽ ആയിട്ടുള്ളവർ വേണമെന്ന് തോന്നിയപ്പോൾ ചെന്നൈയിൽ പോയിട്ട് 2 വർഷം ഇതിൻ്റെ അകത്തൊരു കഥാപാത്രം ഫിലിം അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട്. ഞാനും കോഴ്സ് ചെയ്തതാണ് ഫിലിം അക്കാഡമിയിൽ. അങ്ങനെ അവിടെ പോയി നിന്നിട്ടാണ് കുറച്ച് എക്സ്പീരിയൻസ് സമ്പാദിച്ചു. ബാക്കി ഒരു 50% ഒരു നമ്മുടെ റൈറ്ററിൻ്റെ ഒരു ഫ്രീഡം എടുത്തിട്ട് സാങ്കല്പികമായിട്ട് മെനഞ്ഞതാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇതൊരു സിനിമാറ്റിക് നോവലാണ്. അപ്പോൾ ഇത് ഇറക്കുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട്. പിന്നെ അതുപോലെ ഇത് കോവിഡ് സമയത്താണ് ഇറങ്ങിയത്. കോവിഡ് സമയത്ത് ബുക്ക് സ്റ്റാൾസൊക്കെ അടഞ്ഞു കിടക്കുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനിടക്ക് പയ്യെ പയ്യെ ആൾക്കാരിൽ നിന്നിട്ട് പ്രതികരണം കിട്ടി തുടങ്ങി. മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇത് കൂടുതലായിട്ട് പോയത്. പിന്നീട് കുറച്ച് റീച്ച്, ഒരു 16 എഡിഷനൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ആൾക്കാർ റീൽസൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ റീൽസിലൂടെ പുതിയ വായനക്കാർ അതിൻ്റെ അകത്തേക്ക് വന്നു, കുട്ടികൾ വന്നു. പിന്നെ കുറച്ചുകൂടെ ജെൻസി എന്ന് പറയാവുന്ന കുറച്ച് കുട്ടികൾ വന്നു. അവരൊക്കെ ഭയങ്കരമായിട്ട് പിന്തുണച്ചു, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്തു, വായനയിലേക്ക് വന്നു. അതിനൊപ്പം തന്നെ റാം കെയർ ഓഫ് ആനന്ദി ഒരു സ്റ്റാർട്ടർ പോലെ വായിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പുതിയ പുതിയ നോവലുകളൊക്കെ വായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പോവായിരുന്നു മുന്നോട്ട്. അവരുടെ വായനയും ഒരുപാട് കൂടിയിട്ടുണ്ട്. പുതിയത് ഇപ്പോൾ ഒരു രാത്രി 12 ശേഷം എന്ന് പറഞ്ഞൊരു നോവൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ജസ്റ്റ് ഒരു മാസമേ ആയുള്ളൂ. അതിപ്പോൾ ഒരു 50,000 കോപ്പികൾ കഴിഞ്ഞു. ഇപ്പോൾ പുതിയൊരു നോവല് ആലപ്പുഴ ബേസ് ചെയ്തിട്ട് കുട്ടനാട് സ്റ്റോറി ഒരെണ്ണം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു മൂവി, രണ്ടാമത്തെ മൂവിയാണ് എൻ്റെ. അതിപ്പോൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞു. അതിൻ്റെ ആർട്ടിസ്റ്റുകളെ കണ്ടിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതികരണം നല്ല പ്രതികരണമായിട്ടാണ് എല്ലാവരും പറയുന്നത്. പിന്നെ കുറച്ച് നെഗറ്റീവ്സൊക്കെ വരുന്നുണ്ട്, അതിനെ ആ വഴിക്ക് തന്നെ വിടുന്നു. പിന്നെ പോസിറ്റീവായിട്ടുള്ളത് മാത്രം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർക്കുന്നു. ഇത് സാധാരണക്കാരുടെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നു. സാധാരണ വായനക്കാരുടെ, സാധാരണ എഴുത്തുകാരുടെ, ഇനി എഴുത്തിലേക്ക് വരാനിരിക്കുന്നവരുടെ വിജയമായിട്ട് കാണുന്നു.